test for convergence. നമ്മൾ സീരീസിന്റെ കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യാൻ ഡിഫറെന്റ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. സപ്പോസ് സിഗ്മ എൻ ആൻഡ് സിഗ്മ ബി എൻ ബി എനി ടു infinite series and define a rho as limit k tends to infinity ak by bk. Rho is defined as limit k tends to infinity ak by bk, where ak is the kth term of series sigma n, bk is the kth term of sigma bn. After calculating rho, if we get rho as a finite value or if rho greater than 0 and finite, then both the series behave alike. That means either both the series converges or both the series diverges. അതായത് നമുക്ക് രണ്ട് സീരീസ് ഉണ്ട്, അതിൽ നിന്ന് നമ്മൾ റോ ഈ ഇക്വേഷൻ മസ്റ്റ് ആയിട്ട് പഠിക്കുക. റോ ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി എ കെ ബൈ ബി കെ. അത് കണ്ടു കഴിഞ്ഞാൽ കൺക്ലൂഷൻ എങ്ങനെയാണ്? റോ ഗ്രേറ്റർ ദാൻ 0 ആവണം. റോ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, കാരണം ഞാൻ പറഞ്ഞത് എ കെ ബി കെ പോസിറ്റീവ് സീരീസ് ആണ്, അതിന്റെ ടേംസ് ഒക്കെ പോസിറ്റീവ് ആണ്. ഈ ഒരു കേസിൽ നമ്മൾ നെഗറ്റീവ് ടേംസ് വരുന്ന സീരീസിനെ കുറിച്ച് പറയുന്നില്ല. അപ്പോൾ അതിന്റെ വാല്യൂ ഫൈനൈറ്റ് ആണ്. ഫൈനൈറ്റ് മീൻസ് 1 2 3 4 5.5 അങ്ങനെയൊക്കെ വരുന്നത്. ഇൻഫിനിറ്റി അല്ലാത്ത കേസിൽ, മൈനസ് ഇൻഫിനിറ്റിയും വരരുത് പ്ലസ് ഇൻഫിനിറ്റിയും വരരുത്, അല്ലാത്ത കേസിൽ രണ്ട് സീരീസും എ കെ സിഗ്മ എൻ ആൻഡ് സിഗ്മ ബി എൻ ബിഹേവ്സ് അലൈക്ക് ഇൻ ദ കേസ് ഓഫ് കൺവേർജൻസ്. കൺവേർജൻസിന്റെ കേസിൽ രണ്ടും ഒരുപോലെ ബിഹേവ് ചെയ്യും. അപ്പോൾ ക്വസ്റ്റ്യൻ ഇപ്പൊ സപ്പോസ് ടേക്ക് ദ കൺവേർജൻസ് ഓഫ് എ സീരീസ് വരും. നമ്മൾ ആ തന്ന സീരീസിനെ സിഗ്മ എ എന്നെടുക്കും. നമ്മളിനി എന്ത് ചെയ്യും? വി ഹാവ് ടു ഫൈൻഡ് എ സീരീസ് ബി കെ. നമ്മൾ ആ ബി കെ ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് അതിന്റെ കൺവേർജൻസും ഡൈവേർജൻസും പറയാൻ പറ്റണം. ക്വസ്റ്റ്യനിൽ തന്നതിൻ്റെ കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യാൻ നമ്മളൊരു ബി കെ ചൂസ് ചെയ്യുന്നു. അതിന്റെ കൺവേർജൻസിനെ കുറിച്ച് നമുക്ക് അറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ റോഡ് ഇപ്പൊ സപ്പോസ് ഞാൻ ചൂസ് ചെയ്ത ബി കെയുടെ അത് കൺവേർജന്റ് ആണ്. സിഗ്മ എനും സിഗ്മ എ കെയും സിഗ്മ ബി കെ കൺവേർജന്റ് ആണ്. എ കെ ബൈ ബി കെ ചെയ്യുമ്പോൾ ഫൈനൈറ്റ് കിട്ടിയ ഓട്ടോമാറ്റിക്കായി എന്ത് പറയാം? ദ ഗിവൺ സീരീസ് സിഗ്മ എ കെ ഈസ് ഓൾസോ കൺവേർജന്റ്. ഇതൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആയിരിക്കും. ക്ലാരിറ്റി കൂടുതൽ ക്ലിയർ ആവുന്ന പ്രോബ്ലംസ് ചെയ്യുമ്പോഴാണ്. അതിനുവേണ്ടി നമുക്ക് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സീരീസ് പഠിക്കാം. പി സീരീസ്. പി സീരീസ് എന്ന് പറഞ്ഞാൽ സീരീസ് ഓഫ് ദ ഫോം summation 1 by k raised to p. k from 1 to infinity. k from 1 to infinity ആണ്. അതാണ് പി സീരീസിന്റെ ജനറൽ ഫോം. ഈ k ഏതുവാകും? അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. സമ്മേഷൻ k from 1 to infinity 1 by k square. ഇതൊരു പി സീരീസ് ആണ്. സിഗ്മ k from 1 to infinity 1 by k cube ആണ്. ശ്രദ്ധിക്കുക, p should be greater than 0. p less than 0 ആണെങ്കിൽ എന്താവും? 1 by k raised to minus p. അത് 1 by k raised to p ആവില്ലേ? അതിനെ കുറിച്ചല്ല പറയുന്നത്. p greater than 0 ആണ് ആൻഡ് p greater than 0 ആണ്. അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ കുറെ കേസ് വരും. സിഗ്മ 1 by k raised to 0.5 k from 1 to infinity. കുറെ സീരീസ് ചെയ്താൽ നമുക്ക് സിഗ്മ k from 1 to infinity 1 by k raised to 2.5 sigma k from 1 to infinity 1 by k. ഒരുപാട് സീരീസ് ചെയ്താൽ ഈ ടൈപ്പ് സീരീസിന്റെ കൺവേർജൻസ്, ഇതിന്റെ പി സീരീസ് എന്നാ പറയുക. ജനറൽ പി സീരീസിന്റെ ജനറൽ ഫോം ഇതാണ്. അതിന് എക്സാമ്പിൾ ആയിട്ട് ഇത് എഴുതി വെക്കുക. എക്സാമ്പിൾ ആയിട്ട് ഇനി പി സീരീസ് കുറെ കിട്ടി. This P series is convergent if P is strictly greater than 1. Greater than 1 ആണെങ്കിൽ that P series is convergent, and if 0 less than P less than or equal to 1 ആണെങ്കിൽ divergent. പക്ഷെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് P greater than 0 ആണ്. അപ്പോൾ 0 less than P less than or equal to 1 ആണെങ്കിൽ അത് divergent. ഇത് ഓർത്തിരിക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ, കമ്പാരിസൺ ടെസ്റ്റിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ബി കെ ചൂസ് ചെയ്യുമ്പോൾ യൂഷ്വലി പി സീരീസ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. അതിന്റെ കൺവേർജൻസ് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഈ ഒരു റിസൾട്ട് വെച്ച് നമുക്ക് ഇനി കുറെ ഈ എക്സാമ്പിൾസ് ഒക്കെ കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്ന് പറയാം. പി സീരീസിന് എക്സാമ്പിൾസ് ഇത് എഴുതുക. ഇനി ഇതിന്റെ സിഗ്മ 1 by k സ്ക്വയർ, അത് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ? സിഗ്മ 1 by k സ്ക്വയർ, ഇറ്റ് ഈസ് എ പി സീരീസ് വിത്ത് പി, അല്ലേ? ഇറ്റ് ഈസ് പി സീരീസ് വിത്ത് p ഈക്വൽ ടു 2. p ഈക്വൽ ടു 2 ആയാൽ അതെന്താണ്? greater than 1 ആണ്. therefore it is convergent.
അതായി. അടുത്തത് സിഗ്മ 1 by k. 1 by k means sigma 1 by k raised to 1. K equal to 1 ആകുമ്പോൾ നോക്കൂ 0 less than k equal to 1 means p equal to 1. അപ്പോൾ ഇതെന്തായി? സോറി, k equal to 1 അല്ല, സിഗ്മ 1 by k raised to p ന്റെ പകരം ഇവിടെ p equal to 1 ആണ്. p equal to 1 ആയ സെക്കൻഡ് കേസ് ഡൈവേർജന്റ് വരും. ഡൈവേർജന്റ് ഈ സിഗ്മ 1 by k ആ സീരീസിന് പറയുന്ന പേരാണ് ഹാർമോണിക് സീരീസ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക, ഹാർമോണിക് സീരീസ്, അതിൻ്റെ ഒരു പേരാണ് ഹാർമോണിക് സീരീസ്. അപ്പൊ അത് ഡൈവേർജന്റ് ആണ്. സിഗ്മ 1 by k ക്യൂബ് ആണെങ്കിലോ k ക്യൂബ് p equal to 3 which is greater than 1, therefore it is convergent. കൃത്യമായി p സീരീസിൽ അത് പറയണം ഓരോ. ഇനി ഇവിടെ ഞാൻ കുറച്ച് പ്രോബ്ലംസ് ചെയ്തിട്ടുള്ള കുറച്ച് p സീരീസ് ചെയ്തിട്ട് k സ്ക്വയർ ഇത് പറഞ്ഞു ഓൾറെഡി. It is convergent. ഇവിടെ നോക്കൂ, sigma 1 by k cube. K cube means p equal to 3. That is p equal to 3 എന്ന് പറഞ്ഞാൽ that is greater than 1 ആണ്. Therefore it is again, it is also convergent. Next one, sigma 1 by k raised to 0.5. K raised to 0.5 or k raised to 1 by 2 എന്നൊക്കെ വന്ന എന്താ? 0.5 is less than 1 ആണ്. Less than or equal to 1. ഈ സെക്കൻഡ് കേസിലാണ് വരും. Therefore it is divergent. And next sigma 1 by k raised to 2.5 or 5 by 2 അങ്ങനെയൊക്കെ വന്ന് എന്ത് വരും? 2.5 greater than 1 ആണ്. ഇതും എന്താണ്? Convergent ആണ്. Last one, sigma 1 by k which is harmonic series, that is divergent. ചിലപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഇത് we can choose vk as harmonic series. Harmonic series divergent ആണ്. sigma 1 by k നെയാണ് harmonic series എന്ന് പറയുന്നത്. അത് ഓർത്ത് നോക്കുക. അടുത്ത ടെസ്റ്റുകൾ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് പറഞ്ഞു, പി സീരീസ് പറഞ്ഞു. ഇനി കൺവേർജൻസിന്റെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടെസ്റ്റാണ് റേഷ്യോ ടെസ്റ്റ്. മിക്ക പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് റേഷ്യോ ടെസ്റ്റ്. റൂട്ട് ടെസ്റ്റ് റെയർ ആയിട്ടാണ്. ഓക്കെ, റേഷ്യോ ടെസ്റ്റ്. സപ്പോസ് സിഗ്മ യു എൻ ബി എനി പോസിറ്റീവ് സീരീസ്. നൗ ഡിഫൈൻ റോ ആസ് ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ പ്ലസ് 1 by uk. That is uk plus 1 is the k plus 1th term of series un. That is summation un ന്റെ k plus 1th term ആണ് uk plus 1 divided by uk. If the value, after calculating rho, we can make conclusions based on this result. If rho is less than 1, the given series is convergent. That is, if rho less than 1, series converges. If rho is greater than 1, the given series is divergent. Or if rho equal to 1, test fails or no conclusion can be made. Rho equal to 1 ആണ് ടെസ്റ്റ് ഫെയിൽ ആണ്, നമുക്ക് കൺക്ലൂഷൻ പറയാൻ പറ്റില്ല. സപ്പോസ് rho less than 1 ആണെങ്കിൽ കൺവേർജ് ആണ്, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഡൈവേർജന്റ് ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ റോ ഈക്വൽ ടു റേഷ്യോ ടെസ്റ്റിൽ റോ ഈക്വൽ ടു 1 വന്നാൽ ടെസ്റ്റ് ഫെയിൽ ആണ്. പക്ഷെ കമ്പാരിസൺ ടെസ്റ്റിൽ സപ്പോസ് ഇഫ് റോ ഈക്വൽ ടു 1, we can make conclusion based on the value of rho. Comparison test il rho equal to 1 vanna adinte meaning endha? Rho equal to 1, that is a finite value. Finite value means both the series behave alike aanu. Ivide aanengil rho equal to 1 means test fails. Adana namukku maari povan chance ulla oru case. Next one, root test. Root test means let summation un be any infinite series. Define rho as rho equal to limit k tends to infinity uk raised to 1 by k. That is kth term in the kth root. uk is kth term of some sigma un. Sigma un എന്ന് പറയുന്ന സീരീസിന്റെ kth term in the 1 by k power 1 by k ആണ്. That is actually kth root ആണല്ലോ. If the value of rho is less than 1, conclusion same ആണ്. Less than 1 converges, greater than 1 diverges, equal to 1 test fails. റേഷ്യോ ടെസ്റ്റ്, റൂട്ട് ടെസ്റ്റ്, റോ വാല്യൂ ഡിഫറെന്റ് ആണ്, കൺക്ലൂഷൻ സെയിം ആണ്. പക്ഷേ കമ്പാരിസൺ ടെസ്റ്റിന് റോ വാല്യൂ എന്ന് പറയുന്നത് എ കെ ബൈ ബി കെ. റോ ഈസ് ഫൈനൈറ്റ് ഓർ ഇൻഫിനിറ്റ്. അവിടെ കൺക്ലൂഷൻ വരുന്നത് അങ്ങനെയാണ്. ഫൈനൈറ്റ് ആണെങ്കിൽ ബോത്ത് ബിഹേവ്സ് എലൈക്ക്, നോട്ട് ഈക്വൽ ടു ഇൻഫിനിറ്റി ഓർ മൈനസ് ഇൻഫിനിറ്റി. ഫൈനൈറ്റ് അല്ലെങ്കിൽ എന്ത് വരും? രണ്ടും ഒരുപോലെ ആയിരിക്കില്ല. ഒരെണ്ണം നമ്മൾ ചൂസ് ചെയ്ത സീരീസ് കൺവേർജന്റ് ആണെങ്കിൽ മറ്റേ സീരീസ് എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്യും. ഓക്കെ, മാറിപ്പോകരുത്, കൃത്യമായി ഓർത്ത് നോക്കുക. ഇതിനെ ബേസ് ചെയ്ത് ഷുവർ ആയിട്ട് ഒരു പ്രോബ്ലം എക്സാമിനുണ്ട്. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, ഞാൻ കുറച്ചെണ്ണം ചെയ്തുതരാം. ഓക്കെ, യൂഷ്വലി പ്രോബ്ലം ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ റേഷ്യോ ടെസ്റ്റ്,
റേഷ്യോ ടെസ്റ്റും റൂട്ട് ടെസ്റ്റും യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് ഒരു ഐഡിയ ഉണ്ടാവും ഏതിന് ഏത് ടെസ്റ്റ് യൂസ് ചെയ്യണം. യൂഷ്വലി പോളിനോമിയൽസ് വരുന്നത് കംപ്ലീറ്റ് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ പോളിനോമിയൽസ് വരുമ്പോൾ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്യും. റേഷ്യോ ടെസ്റ്റ് വരുന്നത് റേഷ്യോ ടെസ്റ്റിന് വേണ്ടി നമ്മൾ ഫാക്ടോറിയൽ പവർ ഒരു കോൺസ്റ്റന്റ് ടേം അങ്ങനെയൊക്കെ വരുന്നത് അത് ഞാൻ പ്രോബ്ലം വരുന്നത് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ എൻ ഫാക്ടോറിയലിന്റെ ടേം സമ്മേഷൻ യു കെ എന്ന് പറയുന്നതിൽ ഫാക്ടോറിയൽ ടേം ഒരു 4k അങ്ങനെ 5k അങ്ങനെയൊക്കെ ടേംസ് വരുമ്പോൾ നമുക്ക് യൂഷ്വലി മനസ്സിലാവും. അതിന് റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യും. പോളിനോമിയൽസ് കംപ്ലീറ്റ് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ പോളിനോമിയൽ വരുമ്പോൾ ഏത് യൂസ് ചെയ്യും? കമ്പാരിസൺ ടെസ്റ്റ്. ഇനി സപ്പോസ് യു കെനെ നമുക്കൊരു nth ടേമിനെ നമുക്ക് കംപ്ലീറ്റ് ടേം റേസ് ടു n ഫോമിൽ എഴുതാൻ പറ്റും. അതായത് ഒരു എന്തൊക്കെയോ വാല്യൂസ് ഓൾ ദ പവർ n ഓർ ഓൾ ദ പവർ n സ്ക്വയർ എന്നൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? റൂട്ട് ടെസ്റ്റ് യൂസ് ചെയ്യും. കുറച്ച് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. Okay, first problem. Check the convergence of the series. Check the convergence of the following series. This is the previous question. Here we summation k from 1 to infinity 1 by k square plus k plus 1. ഇങ്ങനെ ഒരു ടൈപ്പ് വന്നാൽ നമുക്ക് 3 ടെസ്റ്റാണ് നമ്മുടെ കയ്യിലുള്ള റേഷ്യോ ടെസ്റ്റ്, റൂട്ട് ടെസ്റ്റ് ആൻഡ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. അതിൽ ബെറ്റർ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആണ്. കാരണം അതിനൊരു പ്രത്യേകിച്ച് ഒരു തിയറി ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ പ്രോബ്ലം ചെയ്ത് മനസ്സിലാക്കുന്നത്. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്യാൻ കാരണം ഓൾ ദ ടേം ഇങ്ങനെ ഇതിന് റേസ് ടു സമ്മേഷൻ 1 by k square plus k plus 1 ഓൾ റേസ് ടു n ഉള്ള അല്ലെങ്കിൽ ഓൾ റേസ് ടു k എന്നുള്ള ടേം ആണെങ്കിൽ ബെറ്റർ യൂസ് റൂട്ട് ടെസ്റ്റ്. ഇവിടെ അങ്ങനെ ഓൾ റേസ് ടു k ഒന്നുമില്ല, ജസ്റ്റ് ഈ ഒരു ടേം മാത്രമേ ഉള്ളൂ. അതിൽ നമുക്ക് ഇനി അപ്പോൾ നമുക്ക് റൂട്ട് ടെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. ഇനി ബാക്കിയുള്ള 2 ടെസ്റ്റ് ഏതാണ്? ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആൻഡ് റേഷ്യോ ടെസ്റ്റ്. റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്താൽ ഈ ടൈപ്പ് പ്രോബ്ലത്തിൽ 1 ആയിരിക്കും വാല്യൂ കിട്ടും. നമുക്കൊന്ന് ജസ്റ്റ് വെരിഫൈ ചെയ്യാം, കാരണം അതങ്ങനെ വരും. അപ്പോൾ നെക്സ്റ്റ് നമുക്കുള്ളത് ലിമിറ്റ് കമ്പാരിസൺ, അതായത് പോളിനോമിയൽ ആകുമ്പോൾ നമ്മൾ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആയിരിക്കും യൂഷ്വലി. എല്ലാ കേസിലും ഞാൻ അങ്ങനെ തിയറി ആയിട്ടൊന്നുമല്ല പറയുന്നത്, ജസ്റ്റ് മോസ്റ്റ് കേസിലും അതായിരിക്കും, മോസ്റ്റ് ഓഫ് ദ കേസസിലും ഇതായിരിക്കും ശരി. അപ്പോൾ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിന് എന്ത് വേണം? ദിസ് ഈസ് ദ ഗിവൺ സീരീസ്. ചൂസ് this one. Summation ak is summation 1 by k square plus k plus 1. To use limit comparison test, we need a series sigma bk. ആ സിഗ്മ ബി കെ എന്നുള്ള സീരീസ് ഐഡന്റിഫൈ ചെയ്യണം. അതിന്റെ പ്രോപ്പർട്ടി നമുക്ക് പറയാൻ പറ്റണം. അത് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ അതിങ്ങനെയാണ് പറയാ. സിഗ്മ ബി കെ എന്ന് പറയുന്ന സീരീസ് ഇത്ര മാത്രമേ ഉള്ളൂ. സമ്മേഷൻ നമ്മൾ ഈ തന്ന സീരീസിന്റെ ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും കെയുടെ ഹയസ്റ്റ് ഡിഗ്രി വരുന്ന ടേം ചൂസ് ചെയ്യാം. ഇവിടെ ന്യൂമറേറ്ററിൽ കെയുടെ ടേം ഇല്ലല്ലോ, അപ്പോൾ 1 തന്നെ. ഡിനോമിനേറ്ററിൽ കെയുടെ ഹയസ്റ്റ് ടേം വരുന്നത് ഏതാ? കെ സ്ക്വയർ ആണ്. therefore series is 1 by k square. It is p series with p equal to 2. It is clearly convergent. അത് ഞാൻ പറഞ്ഞു, p series p greater than 1 ആണെങ്കിൽ കൺവേർജന്റ് ആയിരിക്കും. ഇനി റോ ഡിഫൈൻ ചെയ്യുക. ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി ak by bk, അതായത് ak by bk ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുക k സ്ക്വയർ ബൈ k സ്ക്വയർ പ്ലസ് k പ്ലസ് 1 കിട്ടും. k ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക? ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 1 by 1 plus 1 by k plus 1 by k square. k ഇൻഫിനിറ്റി കൊടുത്താൽ 1 by 1 plus 1 by ഇൻഫിനിറ്റി 0 എന്ന് വരും. 1. അപ്പോൾ 1 കിട്ടി, ഫൈനൈറ്റ് ആണ്. അപ്പോൾ ബോത്ത് സീരീസ് ബിഹേവ് അലൈ. അപ്പോൾ തന്ന സീരീസ് സിഗ്മ ബി കെ കൺവേർജന്റ് ആയതുകൊണ്ട് നമ്മുടെ സീരീസ് സിഗ്മ എ കെ ഓൾസോ കൺവേർജന്റ്. രണ്ടിന്റെ വാല്യൂ ഫൈനൈറ്റ് ആണ്. ഈ ഒരു കേസ് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. കെ സ്ക്വയർ ബൈ കെ സ്ക്വയർ പ്ലസ് കെ പ്ലസ് 1. അപ്പോൾ രണ്ട് ഫൈനൈറ്റ് ആയതുകൊണ്ട് ബോത്ത് സീരീസ് ബിഹേവ് അലൈ. Therefore, since sigma bk is convergent, the given series sigma ak is also convergent.